കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും തിരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെടുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായതെന്നാണ്, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി വായിച്ചതാണ്. ഇവിടെ നമ്മൾ വായിച്ച 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം മുന്നറിഞ്ഞിട്ടുള്ളവരെ ദൈവം ഒരു നാൾ എന്തിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. ഇത് ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമായിട്ട് ഇതിനെ കണക്ട് ചെയ്താണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ സംസാരിക്കുന്നത്. എന്തായിരുന്നു ആ സംഭവം നമുക്കറിയാം അല്ലേ? ഏലിയാവിനെ കൊല്ലുവാൻ ഇസബേലും കൂട്ടരും ചട്ടം കൂട്ടുന്ന സമയത്ത് ആ പ്രതിസന്ധിയുടെ നടുവിൽ ഏലിയാ പറഞ്ഞൊരു വാചകമാണ്, ഞാൻ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനല്ല, എൻ്റെ ജീവൻ അങ്ങ് എടുക്കണം എന്ന് പറഞ്ഞ് അവൻ വാദിച്ചു കൊണ്ടിരിപ്പാനിടവന്നു. അങ്ങനെ വാദിച്ചപ്പോൾ പലവട്ടമായപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നീ മാത്രമല്ല, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് ഏലിയാവിനോട് ദൈവം പറയുകയാണ്. സ്തോത്രം. അപ്പം ഏലിയാവിനൊരു ചിന്തയുണ്ടായിരുന്നു, അവൻ മാത്രമാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ 7000 പേരെ ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? എന്തിനാണ് ദൈവം അത് മാറ്റി നിർത്തിയത്? അതിനൊറ്റ കാരണമാണ് ഈ വാക്യത്തിൽ പറയുന്നത്, ദൈവം മുന്നറിഞ്ഞിട്ടുള്ളവരെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തള്ളിക്കളയുകയില്ല. അപ്പം തള്ളിക്കളയുക എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ് അല്ലേ? വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് മനുഷ്യൻ തള്ളിയവരുണ്ട് അല്ലേ? അപ്പനും അമ്മയും ഒക്കെ തള്ളിയവർ, സഹോദരങ്ങൾ തള്ളിയവർ ഒക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും ദൈവം എന്ത് ചെയ്തിട്ടില്ല, തള്ളിയിട്ടില്ല. ഇഫ്താഹിനെ ദൈവം അവൻ്റെ സഹോദരങ്ങൾ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവം തള്ളിയില്ല. മാനിക്കേണ്ടുന്ന സമയത്ത് ദൈവം ആരെ മാനിച്ചു? ഇഫ്താഹിനെ മാനിപ്പാൻ തക്കവണ്ണം ഇടയാ. ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ അപ്പൻ തന്ന എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എന്നെ തള്ളിപ്പറഞ്ഞു. എന്നിട്ടും ദൈവം ദാവീദിനെ തള്ളിയില്ല. സ്തോത്രം. അതിന് കാരണം ദൈവം മുന്നറിഞ്ഞതാണ്. മുന്നറിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ ദൈവത്തെ അറിയുന്നതിന് മുൻപേ ദൈവം നമ്മെ അറിഞ്ഞു. ഒന്നുകൂടെ ഇറങ്ങി പറയാം, നമ്മൾ അമ്മയുടെ ഉദരത്തിനകത്ത് പിണ്ഡാകാരമായി രൂപപ്പെടുമ്പോഴേ ദൈവം നമ്മെ അറിഞ്ഞു. എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ സ്തോത്രം തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം ഇടവന്നു നമ്മെ അവൻ അറിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇതിനെയാണ് മുന്നറിവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ ജീവിതയാത്രയിൽ പലരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. പലരും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ പലരും നമ്മുടെ സ്തോത്രം ഇൻറ്റിമേറ്റ് ആയിട്ട് മാറാറുണ്ട്. ചിലരൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളെ വിട്ടുമാറും, ഇല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടുമാറും. ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം താൽക്കാലികമാണ്. അത് സ്തോത്രം ഒരു പരിധിവരെ മാത്രമേ നമുക്ക് അവരോട് കണക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ, അവർക്ക് നമ്മോട് കണക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവം അങ്ങനെയല്ല. നമ്മെ അവൻ മുന്നറിഞ്ഞത് കൊണ്ട് അത് സ്തോത്രം നമ്മൾ ഈ ലോകം വിട്ടു മാറ്റപ്പെട്ടാലും ഈ മണ്ണോട് മണ്ണ് ചേർന്ന് പോയാലും നമ്മെ വിട്ടുപിരിയാത്തൊരു ബന്ധമാണ് ദൈവത്തിനോടുള്ള നമ്മുടെ ബന്ധമില്ലെങ്കിൽ ദൈവത്തിന് നമ്മോടുള്ള ബന്ധം. ഇതിനെയാണ് പറയുന്നത് മുന്നറിയുക. അങ്ങനെ മുന്നറിഞ്ഞത് കൊണ്ട് തന്നെ ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നമ്മളെ നിന്ദിച്ചാലും, ആരൊക്കെ നമ്മളെ പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും, സ്തോത്ര നമ്മളെ ഈ ലോകം വിടക്കെന്ന് എണ്ണിയാലും നീ ഭാരപ്പെടരുത്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, ദൈവം നിങ്ങളെ മുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ നിന്നെ തള്ളിക്കളയുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് മുന്നോട്ട് പോകുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു.
കർത്താവ്, ആരൊക്കെ ഞങ്ങളെ തള്ളിയാലും ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ചാലും അവിടെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മനുഷ്യരാൽ തള്ളപ്പെട്ട്, അപ്പനമ്മമാരോ സഹോദരങ്ങളാൽ തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ഏകാന്തതയുടെ ആഴങ്ങളിൽ കിടക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ തള്ളിക്കളയത്തുള്ളെന്നുള്ള പ്രത്യാശ അവരുടെ ജീവിതത്തിനകത്ത് വന്ന് അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗമിടവരുത്തും. അവിടെ അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.